ഹലോ ആര്യാണേ. ഇന്ന് ബാക്ക് ടു സ്കൂൾ വിശേഷമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് എൻ്റെ പവിക്കുട്ടിൻ്റെ സ്കൂളിൽ റീ ഓപ്പണിംഗ് ആണ്. 29th മെയ് ആണ് അവർക്ക് ഓപ്പണിംഗ് ആയത്. രാവിലെ തന്നെ 5 മണിക്ക് അലാറമൊക്കെ വെച്ച് രാവിലെ കിച്ചണിൽ തകൃതിയായിട്ട് ഞാനിങ്ങനെ പണി കിടക്കും. അതിനിടയ്ക്ക് ഇവനെയൊക്കെ വിളിച്ചുണർത്തി. പിന്നെ അവനെ ഉണർത്തുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ അവൻ ചെയ്തോളും. കുറച്ച് സ്ലോ ആണെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തോളും. രാവിലെ അവൻ ചായ കുടിച്ചു, ബ്രഷൊക്കെ ചെയ്തു, യൂണിഫോമൊക്കെ അയൺ ചെയ്ത് ബെഡിൽ കൊണ്ട് വെച്ചു. അതിനിടയ്ക്ക് ഫ്രണ്ട് ഡോറൊക്കെ ഞാൻ തുറന്നു. നല്ലോണം മഴ പെയ്തുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു രാവിലെ. പിന്നെ ശീലമായിട്ട് വരുന്നല്ലോ, 2 മാസം സുഖമായിട്ട് കിടന്നുറങ്ങിയതാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇഡ്ഡലി സാമ്പാറുമാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് അവനും അത് മതിയെന്ന് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇനി അവനെ പിണക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അത് തന്നെ പാക്ക് ചെയ്ത് വെച്ചു. സാമ്പാറൊക്കെ ഞാൻ വളരെ ഈസി ആയിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റൊക്കെ അത്യാവശ്യം അടിപൊളിയാണെന്നാണ് ഞാൻ കഴിച്ച എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഞാൻ റെസിപ്പി വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. അത് കഴിഞ്ഞ് കപ്പ് കേക്കാണ് വെക്കുന്നത്. ഞാൻ ഓൾറെഡി എക്സ്പയറിയൊക്കെ നോക്കി വാങ്ങിച്ച കപ്പ് കേക്കാണ്, എന്നാലും ഞാൻ വീണ്ടും നോക്കും. ഞാൻ അങ്ങനത്തെ ഒരു സൈക്കോയാണ്. അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ട് അവൻ്റെ ലഞ്ച് ബാഗിൽ വയ്ക്കണം. അത് കഴിഞ്ഞ് അവൻ ഈ ലഞ്ച് ബാഗ് എടുത്ത് ബാഗിനകത്ത് വെക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ പറയും അത് ഞാൻ മിസ്സായി പോകും സ്കൂളിൽ പോകുമ്പോൾ എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഞാൻ ചെറിയൊരു ലഞ്ച് ബാഗാണ് ഈ വർഷം മേടിച്ചത്. കാരണം ബാഗിനകത്ത് അത് കുത്തി കയറ്റി വെക്കണമല്ലോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ആശാൻ കുളിച്ചിട്ട് ഇറങ്ങി. പിന്നെ തന്നെ അവൻ്റെ യൂണിഫോമും ഷർട്ടൊക്കെ ഇട്ടോളും. വലിയ ചെക്കനായി എന്നാണ് പറയുന്നത്. ഞാൻ പറയാം എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് ട്രൗസർ. ഇന്ന് കുറച്ച് സ്ലോ ആണ്. ഇനി മറ്റേ ആൾക്കൂടെ സ്കൂളുണ്ടെങ്കിൽ ഞാൻ ഫുൾ എയറിലായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. അയാൾക്ക് സ്കൂൾ തുറക്കുന്നത് ജൂണിലാണ്. അതെ, ജൂൺ 1. അതെ, മൺഡേ. അപ്പോൾ ജൂൺ ആവുമല്ലോ. എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഞാൻ കൊടുത്താൽ മാത്രമേ അവൻ ക്രീം ഇടത്തുള്ളൂ. അവന് ക്രീം ഇടുന്ന ഇഷ്ടമല്ല. പിന്നെ ഡ്രൈ സ്കിന്നാണ്, ഞാൻ എന്തെങ്കിലും ക്രീം ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യും. ഇപ്പോൾ യൂസ് ചെയ്യുന്ന പാരച്യൂട്ടിൻ്റെയാണ്, അടിപൊളി ക്രീമാണ് കേട്ടോ. പിള്ളേരൊക്കെ നല്ല അടിപൊളി ക്രീമാണ്. അതെല്ലാം കഴിഞ്ഞ് കുറിയൊക്കെ ഇട്ട് ആളിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഡിസിപ്ലിനിലൊക്കെ ഇരിക്കുക. എത്ര നേരത്തേക്കാണെന്ന് അറിയത്തില്ല, വൈകുന്നേരം വരുമ്പോൾ കാണാം. അങ്ങനെ ഷൂ ഒക്കെ ഇട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വാരി കൊടുക്കും, അല്ലെങ്കിൽ അവൻ കഴിക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര ഇല്ലത്തെ ബൈ ബൈ, സീ യു.